ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് കേട്ടോ. സുഖിനെ വിളമ്പിക്കൊണ്ടും നടക്കുകയാണ്. അപ്പോൾ ദേവിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, ദേവി ഇതുകൂടി അങ്ങോട്ട് കഴിക്കുക, ഈ സമയത്തൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. അയ്യോ സുഖിനേച്ചി, ഇത് മതിയായിട്ടാ, ഈ സമയത്ത് ഇതൊക്കെ കഴിക്കേണ്ടതാ ദേവി, മര്യാദയ്ക്ക് അങ്ങോട്ട് കഴിച്ചേ. ഈ ദേവിക്ക് ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ സുകന്യ പറയാം. വെള്ളം വേണോ? അയ്യോ വേണ്ട വേണ്ട, കഴിച്ചിട്ട് ഞാൻ എടുത്ത് കുടിച്ചോളാം സുകന്യേച്ചി എന്ന് പറയും. കുറച്ചുകൂടി സ്പീഡിൽ അങ്ങോട്ട് കഴിക്കുക, ചോറ് നന്നായിട്ട് അങ്ങോട്ട് കഴിക്കുന്നേ എന്ന് പറയുവാണ്. അപ്പം മീനാക്ഷി പരസ്പരം ഇതൊക്കെ നോക്കി ചിരിക്കുവാണ് കേട്ടോ. അല്ല, കുറച്ചുകൂടി തരട്ടെ ദേവി എന്ന് പറയും. അയ്യോ വേണ്ടാഞ്ഞിട്ട് സുകന്യേച്ചി ഇനി എടുത്ത് കഴിച്ചോ എന്ന് പറയും. ഈ ദേവി പറഞ്ഞില്ലെങ്കിലേ ഒന്നും കഴിക്കില്ല ഗോമതി ചേച്ചി എന്ന് പറയും. ആ കൂട്ടുകാർ വേണ്ടോ? അയ്യോ ഒന്നും വേണ്ടാഞ്ഞിട്ടാ, എനിക്കിത് തന്നെ ധാരാളമാ ചേച്ചി എന്ന് പറയും. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ദേവി അനിയത്തിമാരോട് സംസാരിക്കുക. ചേച്ചിയുടെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് ഞാനും മീനും എത്ര തവണ പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ മിത്രേ, ഇപ്പം നിനക്ക് ബോധ്യമായില്ലേ എന്ന് ചോദിക്കും. ഇതിപ്പം നമുക്ക് വട്ടായതാണോ അതോ സുഗിനി ചേച്ചിക്ക് വട്ടായതാണോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മിത്ര പറയാം. ഇപ്പോഴും നിനക്ക് സുഗിനി ചേച്ചിയെ വിശ്വാസം വന്നിട്ടില്ലല്ലേ? എൻ്റെ മീനു, നീ ഇതന്നെ ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തേ എന്ന് ദേവി പറയും. എൻ്റെ ദേവിയെടുത്തി, ആ സുഗിനി ചേച്ചി എന്ന് പറയുന്ന മുതലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര മുതലാ. അവർക്ക് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കണമെങ്കിലേ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഷെടാ, എന്ത് കാരണമുണ്ടെന്ന് നീ പറയുന്ന മിത്രേ? അതിപ്പം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മിത്ര പറയും. നീ എന്താ മീനു ഒന്നും മിണ്ടാതിരിക്കുന്നേ, നിനക്ക് അഭിപ്രായമൊന്നും ഇല്ലേ എന്ന് മീനുവിനോടൊപ്പം ദേവി ചോദിക്കൂ കേട്ടോ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഓഫീസിൽ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ദേവിയെടുത്തി എന്ന് മീനു പറയും. അപ്പം ചേച്ചിയുടെ കാര്യത്തിൽ മിത്രയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും എന്ന് ചോദിക്കുവേ മീനുവിനോട്. അങ്ങനെ ചോദിച്ചാൽ മിത്രയ്ക്ക് തോന്നിയ അതേ സംശയം എനിക്കും തോന്നുന്നുണ്ട് എന്ന് മീനും പറയും കേട്ടോ. ഷേടാ, നിങ്ങൾ രണ്ടാളും നല്ല ആൾക്കാരാട്ടോ. ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കില്ല. ഇത് മോശമായി പോയിട്ടോ എന്ന് പറയും. അങ്ങനെയല്ല എടുത്തി, പിന്നെ എങ്ങനെയാ എന്നപ്പം ദേവി ചോദിക്കുവേ. എൻ്റെ ദേവി എടുത്തി, ഒരാളുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുന്നതിന് ഒരു ടൈമില്ലേ എന്നപ്പം മീനു പറയേ. പടിപടിയായിട്ടല്ലേ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവുക, അല്ലാതെ ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ ഒരാളിങ്ങനെ പെട്ടെന്നങ്ങ് മാറുമോ? ജെനുവനായിട്ടുള്ള മാറ്റം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല, പതിയെ പതിയെ മാറുള്ളൂ. അപ്പം മിത്ര പറയും, മീൻ ചേച്ചി പറഞ്ഞതാ കറക്റ്റ് പോയിന്റ്. ഇത്രയും നാളും റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സുഗന്യേച്ചി പാചകം പഠിക്കണമെന്നൊക്കെ അമ്മയോട് പറഞ്ഞതോ അമ്മയുടെ മേൽനോട്ടത്തിലായിരുന്നെങ്കിലും ഇന്നത്തെ ആഹാരം കംപ്ലീറ്റ് ഉണ്ടാക്കിയത് സുഗന്യേച്ചി തന്നെയല്ലേ? ചേച്ചിയുടെ സ്വഭാവത്തിൽ സംഭവിച്ച നല്ല മാറ്റങ്ങളുടെ സൂചനയല്ലേ അത്? അവരെ എന്തോ വന്നുടയിപ്പ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൂചനയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എന്ന് മിത്ര പറയും. എൻ്റെ മിത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ദേവി പറയാനായിട്ട് തുടങ്ങുക. പെട്ടെന്ന് സുഗന്യ അങ്ങോട്ട് വരും. അപ്പം മീനുവാണ് ദേവിയുടെ കൈയെടുത്ത് തടയും കേട്ടോ. അപ്പം സുഗന്യ ചോദിക്കും, എന്താ എന്നെ കണ്ടപ്പോൾ സംസാരിച്ച് നിർത്തിയത്? ഏയ് അതൊന്നുമില്ല സുഗന്യേച്ചി, ചുമ്മാ വെറുതെ. ഇനി എൻ്റെ കുറ്റം വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നിങ്ങൾ 3 പേരോടും? ഏയ് എന്നപ്പോൾ ദേവി പറയും കേട്ടോ, ചുമ്മാ പറഞ്ഞതാ. അല്ല, നിങ്ങളങ്ങനെ ആരുടെയും കുറ്റം പറയില്ലെന്ന് എനിക്കറിയാലോ എന്ന് ചോദിക്കുക. എന്നപ്പം മീനും മിത്രയും കൂടി പരസ്പരം നോക്കൂ കേട്ടോ. എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് സുകന്യ അവരുടെ അടുത്തേക്ക് വരുന്നത്. പാചകം പഠിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ലെന്ന്. ഞാനിപ്പോഴേ കുക്കിങ്ങിനങ്ങ് അഡിക്റ്റായിപ്പോയി, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം, എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം എന്ന് പറയും. എന്നിട്ട് മീനുവിൻ്റെ കയ്യിൽ ആദ്യം കൊണ്ട് കൊടുക്കട്ടോ. അത് കഴിഞ്ഞ് ദേവിയുടെയും മിത്രയുടെ ഒക്കെ കൈ കൊടുക്കുവേ. അവരെല്ലാം അത് എടുക്കുവേ. എന്നിട്ട് കൊള്ളാവോ, എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനം എന്ന് പറയേ. എങ്ങനെയുണ്ട് ദേവി മീനാക്ഷി എന്ന് വീണ്ടും ചോദിക്കും. നന്നായിട്ടുണ്ട് അല്ലേ മിത്രേ, ഇഷ്ടപ്പെട്ടോ? മീനു, നാളെ ഓഫീസിൽ കൊണ്ടുപോകാൻ മീനുവിന് ഞാൻ കൊഞ്ചുതീയൽ ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുവേ. കൊഞ്ചുതീയലോ, ഇഷ്ടമാണോ അത് എന്ന് പറയേ. അല്ല, എനിക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളും. അതെന്താ, ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മീന് കഴിക്കില്ലേ എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞതിന് അങ്ങനൊരർത്ഥമില്ല സുഗന്യേച്ചി എന്ന് മീനു പറയേ. സാധാരണ എനിക്ക് ആ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ആഹാരം അമ്മയല്ലേ ഉണ്ടാക്കുന്നേ, മറ്റാരും അത് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് മീനു പറയൂ കേട്ടോ. അത് അമ്മയ്ക്ക് തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നേ അമ്മയുടെ ഒരു രീതി, മീനു ഉദ്ദേശിച്ചത് അതാ അല്ലേ എന്ന് ദേവി മീനുവിനോട് ചോദിക്കും. അതെ, എനിക്ക് മനസ്സിലായി എന്ന് അപ്പം സുകന്യ പറയൂ കേട്ടോ.
അത് സുകന്യാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് ചോദിക്കും, നിങ്ങൾ 3 പേരും എന്തിനാ എന്നെ വളരെയേറെ അകറ്റി നിർത്തുന്നത്? അപ്പോൾ ദേവി പറയും, ചേച്ചി അങ്ങനെയൊന്നും ഇല്ല, നമ്മളങ്ങനെ ആരും അകറ്റിയൊന്നും നിർത്തുന്നില്ലല്ലോ എന്ന് പറയേ. ചിലപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കാം. നിങ്ങളുടെ ഒപ്പം കൂടണമെന്നും നിങ്ങളുടെ കൂടെ മീനുവിൻ്റെ ഓഫീസ് വിശേഷങ്ങളും മിത്രമോളുടെ കോളേജിലെ വിശേഷങ്ങളും കുഞ്ഞിനെക്കുറിച്ചുള്ള ദേവിയുടെ സങ്കല്പങ്ങളും ഒക്കെ കേൾക്കണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവർ ഇതും കേട്ടോണ്ടിരിക്കുവാണേ സുകന്യയുടെ സംസാരം. ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങളും കൂടി വിചാരിക്കണ്ടേ, എങ്കിലല്ലേ നിങ്ങൾക്കിടയിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവുമല്ലോ. അല്ല, കൂട്ടത്തിൽ കൂട്ടാവുന്ന ഒരാളാണ് ഞാനെന്ന് തോന്നുമ്പം നിങ്ങളും കൂടി എന്നെ നിങ്ങളുടെ ഇടയിൽ കൂട്ടണം. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ സുകന്യ പറയും കേട്ടോ. പെട്ടെന്ന് മീനൊന്നും മിണ്ടാതെ നിൽക്കുവേ. എന്നാൽ ശരി, ഞാൻ ഇതും എടുത്തോണ്ട് അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് സുകന്യ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോകും കേട്ടോ. അപ്പം ദേവി പറയും, പാവം, നമ്മുടെ കൂടെ കൂടാനൊക്കെ ആഗ്രഹം ആയിട്ടല്ലേ, നല്ല വിഷമമായി എന്നാ തോന്നുന്നത് എന്ന് ദേവി പറയും കേട്ടോ. അപ്പോഴത്തേക്കും സുകന്യ ആണെങ്കിൽ മറിഞ്ഞു നിന്ന് നോക്കുവാണേ എന്താണ് അവർ തന്നെപ്പറ്റി സംസാരിക്കുന്നതെന്ന്. അവൾമാരെ എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് സുകന്യ ഈ രീതിയിലൊക്കെ സംസാരിച്ചത് കേട്ടോ. നിങ്ങളെയൊക്കെ എങ്ങനെ എൻ്റെ കെണി വീഴ്ത്തണമെന്നേ ഈ സുകന്യയ്ക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി ഇരിക്കുവാണെന്ന് മനസ്സിലാക്കാനും സാമാന്യ ബോധമൊക്കെ എനിക്കും ഉണ്ട് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അതേസമയം കൃഷ്ണമംഗലത്ത് രാജശ്രീ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം അച്യുതൻ അങ്ങോട്ട് വരും, എന്നിട്ട് പറയും, ദേ രാജശ്രീ, നിന്റെ പിടിപ്പേട് തന്നെയാ, കാര്യങ്ങളൊക്കെ അവളെ അറിഞ്ഞ സ്ഥിതിക്ക് അവളെ അങ്ങനെ വിട്ടുകളയാൻ പാടില്ലായിരുന്നു. എടി, തന്ത്രപരമായിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, അവളെ നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. അവളൊന്ന് നിന്ന് തരണ്ടേ അച്ചുവേട്ടാ, അവളെ നമ്മൾ വിചാരിച്ച പോലെ നിസ്സാര പെണ്ണൊന്നുമല്ല. അല്ല, നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഈ വിവരങ്ങളെല്ലാം അവളുടെ കാതിൽ എത്തിച്ചത്. ദേ, ഞാനെന്ത് ചെയ്തെന്നാ നീ ഈ പറയുന്നത്? അമ്മയായിട്ട് സംസാരിച്ച് ഒച്ചപ്പാടുണ്ടായതുകൊണ്ടല്ലേ അവൾ ഇതെല്ലാം കേട്ടത് എന്ന് രാജശ്രീ ചോദിക്കും കേട്ടോ. ഒരു വലിയ രഹസ്യമല്ല, ഒരു വലിയ ബോംബാ അതാ ഇപ്പം അവളുടെ കയ്യിലിരിക്കുന്നത് എന്ന് രാജശ്രീ വീണ്ടും പറയും. അവൾക്ക് ഈ ബോംബ് വെച്ച് ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് എപ്പോഴാണ് പൊട്ടിക്കുന്നതെന്ന് മാത്രം നമ്മളിനി നോക്കിയാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. അച്ചുവേട്ടൻ എന്താ ഈ ആലോചിച്ച് നടക്കുന്നത്? ഞാൻ ഈ പറയുന്നതിന് ഒന്നും പറയാനില്ലേ, കാര്യം നമ്മൾ പറയുന്നിടത്തൊക്കെ നിൽക്കും, പക്ഷേ അവൾക്ക് നേട്ടമുണ്ടാകുന്നൊരു മഹാരഹസ്യം കൈ കിട്ടുമ്പം മനസ്സിൽ എന്തൊക്കെ ചിന്ത വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് രാജശ്രീ അച്യുതനോട് പറയും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യുക. എന്താ ചേട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് രാജശ്രീ അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ അച്യുതേട്ടൻ ഉദ്ദേശിക്കുന്നത്? നീയേ അവളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞ് വിളിക്കണം. നമ്മൾ പേടിച്ചതായിട്ടോ നമ്മൾ സംശയമായിട്ടോ ഒന്നും കാണിക്കരുത് എന്ന് പറയാം. പിന്നെ വെറുതെ വർത്താനമൊക്കെ പറയാനായിട്ട് ഇങ്ങോട്ടൊന്ന് വിളിക്കുക. വാസ്തവത്തിൽ ഒരു ദിവസത്തിൽ 2-3 തവണ അവൾ ഇവിടുന്ന് വന്നു പോകുന്നതായിരുന്നു. എൻ്റെ അടുത്തുനിന്ന് പോയ പിന്നെ ഇങ്ങോട്ട് അവൾ വന്നിട്ടേ ഇല്ല എന്ന് രാജശ്രീ അപ്പോൾ പറയൂ കേട്ടോ. അവളുടെ മനസ്സിൽ എന്തോ നടക്കുന്നുണ്ട്. ഇനി ദുർചിന്ത വല്ലതും മനസ്സിൽ കയറിയിട്ടുണ്ടോ? എന്തായാലും നീ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ, നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാം. അവളെ ഒന്ന് തളച്ചിട്ടില്ലെങ്കിലേ ശരിയാവില്ല. അതെനിക്കും അറിയാം അച്ചുവേട്ടാ, അവൾ വേണമെങ്കിൽ അവളുടെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയാണ് കേട്ടോ രാജശ്രീ. രാവിലെ തന്നെ സുകന്യ അങ്ങനെ കൃഷ്ണമംഗലത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണമംഗലത്ത് സുകന്യയുടെ ഒപ്പം രാജശ്രീയും അച്യുതനും ആലോകവും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പം രാജശ്രീ ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് കൊടുക്കും. നീ അതെടുത്ത് കുടിക്കും സുകന്യെ, നല്ല ചൂടൊക്കെ ഉള്ള സമയമല്ലേ, നിൻ്റെ ശരീരം ഒന്ന് തണക്കട്ടെ എന്ന് പറയേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ പറയും, ചേച്ചിയുടെ കൈ കൊണ്ട് എനിക്ക് സന്തോഷത്തോടെ ഐശ്വര്യമായിട്ട് ഉണ്ടാക്കി തരുന്നതല്ലേ, ഞാൻ എന്തായാലും അത് കുടിക്കാതിരിക്കില്ല. നോക്കട്ടെ ചേച്ചിയുടെ കൈപുണ്യം എന്ന് പറഞ്ഞെടുത്ത് കുടിക്കും കേട്ടോ. നന്നായിട്ടുണ്ട്. എന്താ ചേട്ടാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നീ രാവിലെ ഇവിടെ വന്നപ്പം അമ്മ എന്തോ വിൽപത്രത്തെ പറ്റി പറയുന്നത് സംസാരിച്ചു കേട്ടു എന്ന് രാജശ്രീ പറഞ്ഞല്ലോ. അയ്യോ, ആ വിൽപത്രത്തിന് ഒരർത്ഥവും ഇല്ലെന്ന് ചേച്ചി പറഞ്ഞല്ലോ, കടലാസിൻ്റെ വില പോലും ഇല്ലെന്ന്. ഞാനത് അപ്പോഴേ വിട്ടു എന്ന് സുകന്യ പറയും. യഥാർത്ഥത്തിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് ആലോകം പറയൂട്ടോ. അങ്ങനെ ഒരു സംസാരം വന്ന സ്ഥിതിക്ക് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞേക്കാന്ന് കരുതിയ ചേച്ചിയെ വിളിച്ചത്. എൻ്റെ പൊന്നു മക്കളെ ആലോകെ, നാടൻ ഭാഷയിൽ പറയുന്ന പോലെ കണ്ടക്ടർക്ക് തന്നെ ടിക്കറ്റ് അടിക്കണോ കുഞ്ഞേ എന്ന് പെട്ടെന്ന് സുകന്യ ചോദിക്കും കേട്ടോ. നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. എന്നോട്
കളിക്കരുത് കേട്ടോ. നിങ്ങൾ കള്ളന്മാരാണെങ്കിൽ കള്ളന് കഞ്ഞി വെച്ചവളാ ഞാൻ. എൻ്റെ അടുത്ത് കൂടുതൽ അടവുമായിട്ട് നിങ്ങൾ ഇറങ്ങുകയും ചെയ്തേക്കരുത്. നിങ്ങളെയൊക്കെ വിറ്റ കാശ് ഈ സുകന്യയുടെ കയ്യിലുണ്ട്. ഞാൻ സാധാരണക്കാരിയാണെങ്കിൽ അപ്പം കാണുന്ന ഒരാളുടെ മുന്നിൽ താല് നീട്ടാൻ ഞാൻ കഴുത്ത് നീട്ടുമോ? എനിക്കെന്തെങ്കിലും നേട്ടമില്ലാതെ ഈ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുമെന്ന് കരുതുമോ? പലതും കണ്ടിട്ടും തീരുമാനിച്ചിട്ടും തന്നെയാണ് ഞാൻ അന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. അല്ലാതെ നിങ്ങളോടുള്ള എൻ്റെ വിശാലമായ സ്നേഹവും നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കി തരാനും വേണ്ടി ഒന്നുമല്ല. അതുകൊണ്ട് എന്നെ അങ്ങനെ മണ്ടിയാക്കി കളയാൻ ആരും കരുതണ്ട. ഈ സുകന്യയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല. ആ വിൽപത്രം നല്ല ഒന്നാന്തരം വിൽപത്രമാണെന്ന് ഉറപ്പാ. അത് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഈ സുകന്യയ്ക്കുണ്ട് കേട്ടോ എന്ന് രാജശ്രീയോട് പറയൂട്ടോ. വിൽപത്രത്തിൻ്റെ കാര്യം ഗോമതി ചേച്ചി എന്നറിയുന്നോ അന്ന് നിങ്ങളുടെയൊക്കെ കട്ടവും പടവും അടക്കും അല്ലേ? അതല്ലേ നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് പേടി? അതിനു വേണ്ടിയല്ലേ ഗോമതി ചേച്ചിയെ കൊല്ലം വരെ നടക്കുന്നേ? ബാലൻ ചേട്ടനും ആനന്ദും ആര്യനും ആകാശവും ഒക്കെ കൂടെ പെട്ടിയും കിടക്കിയെടുത്ത് ഈ കൃഷ്ണമംഗലത്തേക്ക് ഇങ്ങ് വരും. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ അങ്ങ് പെരുവഴിയിലാകും അല്ലേ എന്ന് സുകന്യ ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോൾ തന്നെ രാജശ്രീക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വിൽപത്രത്തിൻ്റെ കാര്യം ഞാൻ അവിടെ പറയൂന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് തന്നെ വിളിപ്പിച്ചത് എന്ന് സുകന്യ ചോദിക്കും. അല്ലേ രാജശ്രീ ചേച്ചി? ചേച്ചിയെ ഞാൻ ആദ്യമായിട്ട് കാണുമൊന്നും അല്ലല്ലോ. ചേച്ചിയുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്താ അച്യുതേട്ടാ ഒന്നും മിണ്ടാത്തത്? ഇനി ഒന്നും മറയ്ക്കുന്നില്ല സുകന്യെ. അതെ, അതുകൊണ്ട് തന്നെയാണ് വിളിപ്പിച്ചത്. നീ അവിടെ പറഞ്ഞ് എല്ലാവരെയും അറിയിക്കുമെന്ന് കരുതി തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഓക്കെ, ഇപ്പം രണ്ടു കൂട്ടർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഇങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് സംസാരിക്കാൻ. ഇനി നമുക്ക് ബിസിനസ് സംസാരിക്കാം. ബിസിനസ്സോ? എന്ത് ബിസിനസ് സംസാരിക്കാമെന്നാ സുകന്യ നീ പറയുന്നേ? നിങ്ങളുടെ ടെൻഷനൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികം, ആർക്കായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ. സ്വന്തം എന്ന് കരുതിയിരുന്നത് കൈവിട്ടു പോകുക ആർക്കായാലും താങ്ങാൻ പറ്റില്ല. അതിപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ എനിക്കും ഉണ്ടല്ലോ. സാരമില്ല, ഗോമതി ചേച്ചിയുടെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള സ്വത്ത് അതാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം. അതായത് ഈ കൃഷ്ണമംഗലവും മറ്റും ഞാൻ നിങ്ങൾക്ക് തിരിച്ച് എഴുതി വാങ്ങിത്തരാം. എന്താ, എന്നെ വിശ്വാസമില്ലേ എന്ന് സുകന്യ അപ്പോൾ ചോദിക്കുവാണേ. അത് കേൾക്കുമ്പോൾ ആലോകനൊക്കെ സന്തോഷമാവുക. എന്താ സുകന്യ ഈ പറഞ്ഞത്? ഇത് സത്യമാണോ? നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടില്ല എന്ന്. കൈവിട്ട് പോകുമെന്ന് പേടിക്കുന്നത് കയ്യിൽ തന്നെ ഇരിക്കുമെന്ന്. എന്താ, എന്നെ വിശ്വാസമില്ലേ എന്ന് അച്യുതനോട് സുകന്യ ചോദിക്കുക. സുകന്യെ, നീ പറ്റിക്കാനൊന്നും പറയുന്നേ അല്ലല്ലോ അല്ലേ? ഞാൻ ഇതുവരെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടോ? നടക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സുകന്യെ സംസാരിക്കൂ. ഈ സുകന്യെ ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. അല്ലാതെ ആർക്കും ആവശ്യമില്ലാത്ത മോഹമൊന്നും കൊടുക്കാൻ സുകന്യ നിൽക്കില്ല. എന്ന് വെച്ചാൽ ഗോമതി അപ്പച്ചിയെ കൊണ്ട് എല്ലാം എഴുതി വാങ്ങുമെന്നാണോ പറയുന്നത് എന്ന് ആലോക ചോദിക്കും. അതെ, ഗോമതി ചേച്ചി തന്നെ എഴുതി തരും. അല്ല, അതെങ്ങനെ സാധിക്കും എന്ന് അച്യുതനപ്പം സുകന്യോട് ചോദിക്കും. അപ്പം തിന്നാ പോരെ അച്യുതേട്ട, കുഴി എണ്ണണോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട, ഞാൻ സാധിച്ചു തന്നിരിക്കും എന്ന് സുകന്യ പറയാം. സത്യം പറയാലോ മോളെ, ഇപ്പോഴേ എൻ്റെ മനസ്സൊന്ന് സമാധാനമായത്. കുറേ നാളുകളായി ഒരു പാറക്കല്ല് നെഞ്ചിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു ഭാരമായിരുന്നു, അതങ്ങ് പോയി എന്ന് രാജശ്രീ പറയൂട്ടോ. മോളെ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. നീ ഞങ്ങളുടെ വിഷമം മനസ്സിലായല്ലോ. നന്ദിയൊക്കെ ആർക്ക് വേണോ അച്യുതേട്ടാ? പറഞ്ഞില്ലേ, ഇതൊരു ബിസിനസ്സാണ്. ഞാൻ അങ്ങോട്ടൊന്ന് ചെയ്തു തരുന്നതിന് പകരമായിട്ട് ഇങ്ങോട്ടൊരു പ്രതിഫലം വേണം. മനസ്സിലായോ ഞാൻ പറയുന്നേ എന്ന് സുകന്യ അച്യുതനോട് ചോദിക്കുവാണേ. അപ്പം പെട്ടെന്ന് ആലോക് പറയും, എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ചേച്ചിക്ക് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പകുതി. എന്താ, എനിക്കത് തരാൻ പറ്റുമോ എന്ന് സുകന്യ അപ്പോൾ ചോദിക്കും. പകുതിയോ? എന്തൊക്കെയായി പറയുന്നേ എന്ന് രാജശ്രീ പറയും. ഈ വീടും സ്വത്തുക്കളുമായിട്ടൊരു വൻ തുകയ്ക്കുള്ള ആസ്തിയാണല്ലോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ടോട്ടൽ മൂല്യം കണക്കാക്കി അതിൻ്റെ നേർപകുതി എനിക്ക് വേണം. പറ്റുമോ? അപ്പോൾ കേൾക്കുമ്പോഴത്തേക്കും അച്യുതനും രാജശ്രീക്കും ആലോകനും ഒട്ടും അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ. ചേച്ചി, ആകെ കിട്ടുന്നതിൻ്റെ പകുതി ചേച്ചിക്ക് വേണമെന്നോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? അല്ല, അതിന് അനന്തേട്ടനൊക്കെ സമ്മതിക്കുമോ എന്ന് പെട്ടെന്ന് രാജശ്രീ പറയും. സമ്മതിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് പോകണോ, പകുതിയെങ്കിലും കയ്യിൽ കിട്ടണോ? അത് ആലോചിക്കുക. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇടപെടണമെങ്കിൽ എനിക്ക് പകുതി വേണം, അത് കിട്ടിയിരിക്കണം. അത് വസ്തുവായിട്ടോ കാശായിട്ടോ സ്വർണമായിട്ടോ തന്നാൽ മതി. 50-50, അതിൽ നിന്നൊരു മാറ്റമില്ല. അതിൽ താഴോട്ടൊരു കണക്ക് എന്തായാലും പറ്റില്ല. ശരിക്കും ആലോചിക്കുക, ഇതൊരു ബിസിനസ്സാണ്. ഒരു നേട്ടവും ഇല്ലാതെ സുകന്യ ഒന്നിനും ഇറങ്ങി പുറപ്പെടുവില്ല.
എന്തായാലും ധൃതിയൊന്നും വെക്കണ്ട. സാവകാശം സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഓക്കെ, എനിക്ക് ഒരു ധൃതിയില്ല, ഞാനിവിടെ തന്നെ കാണുമല്ലോ എന്നും പറയുവേ. എന്നിട്ട് രാജശ്രീ ഉണ്ടാക്കി കൊടുത്ത ജ്യൂസ് ബാക്കിയും കൂടി സുകന്യ എടുത്ത് കുടിക്കും. നല്ല സൂപ്പർ ജ്യൂസ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അറിയിച്ചാൽ മതിയേ, എന്നാൽ ഞാൻ തിരിച്ചു പോട്ടെ കേട്ടോ, എനിക്ക് അവിടെ ഇച്ചിരി പണികളുണ്ട് എന്നും പറഞ്ഞിട്ട് സുകന്യ ദേവമംഗലത്തേക്ക് മടങ്ങിപ്പോവേ. അപ്പം സുകന്യ പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ അച്യുതനും ആരോഗ്യനും രാജശ്രീക്കും ഒന്നും ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. എന്ത് ചെയ്യണം? ഇവളെ അങ്ങനെ പിണക്കി വിടുന്നത് നല്ലതല്ല. ഇവളെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ ഒരു കരക്കടുപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറയണം കേട്ടോ. അതേസമയം നമ്മുടെ ബാലനാണെങ്കിൽ കടയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ. കൂടെ രാമേട്ടനും ഉണ്ട്. ഇതേ നമ്മുടെ പുതുമണവാളൻ കടയിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് പറയാം. ധർമ്മൻ കടയിലോട്ട് കയറി വന്നേ. അത് കാണുമ്പം രാമേട്ടനും ബാലേട്ടനും ഒക്കെ സന്തോഷമാവുക. ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിനിടയിൽ എന്നെ ഇളക്കാൻ തുടങ്ങില്ല രാമേട്ടാ എന്ന് രാമേട്ടനോട് ധർമ്മം പറയേ. നീ കടയിൽ ജോലിക്കായിട്ട് വന്നതാണോ? പിന്നല്ലാതെ. എൻ്റെ ഈ വേഷം കണ്ടിട്ട് അളിയന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക. അളിയ, എന്നെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പിരിച്ചു വിട്ടു അളിയൻ. ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എടാ, നിന്റെ കടയിൽ നിന്ന് നിന്നെ ഞാൻ പിരിച്ചു വിടുമെന്നോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടി കടയല്ലേ. വീട്ടിലിരുന്ന് മടുത്തപ്പോൾ നീ വെറുതെ ഇങ്ങോട്ട് കയറിയതാവുന്ന ഞാൻ കരുതിയത്. വീട്ടിലിരുന്ന് ആ മടുപ്പാ, അതാ ജോലിക്ക് വരാമെന്ന് വെച്ചത്. രാമേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ചായല്ലോ കണ്ടിട്ട് എന്നും പറഞ്ഞ് രാമേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിങ്ങളങ്ങ് തടിച്ചല്ലോ എന്നും പറഞ്ഞ് രാമേട്ടനെ ഇക്കിളിയാക്കുക കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമർ അങ്ങോട്ട് വരിക. ഈ സാധനങ്ങളൊന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്കും ബാലനല്ല, നമ്മുടെ ധർമ്മം പറയും, ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം, എത്ര ദിവസമായി വെല്ലമൊക്കെ എടുത്ത് കൊടുത്തിട്ട്. അപ്പോൾ ബാലൻ പറയും, വേണ്ട, അത് രാമേട്ടൻ ചെയ്തോളും. എന്താ അളിയാ അങ്ങനെ പറയുന്നേ? ഞാൻ സാധനങ്ങൾ എടുത്തു കൊടുക്കണ്ടോന്നോ? എന്താ അളിയൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് രാമേട്ടൻ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ആ കസ്റ്റമറിന് കൊടുക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് ധർമ്മൻ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ അളിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ബാലൻ്റെ അടുത്ത് എന്ന് ധർമ്മൻ ചോദിക്കുവാണേ. അപ്പോൾ പറയും, അങ്ങനെയൊന്നുമില്ല. എന്താ അളിയാ, ഞാൻ ജോലിക്ക് വരുന്നതിൽ അളിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നീ ഇവിടെ ഉള്ളത് എനിക്ക് സന്തോഷമാണ്. എനിക്കൊരു പ്രശ്നമില്ലടാ, എനിക്കൊരു സഹായമല്ലേ നീ ഇവിടെ വരുന്നത്. പിന്നെ ആർക്കാ അളിയാ പ്രശ്നം? അളിയൻ എന്താ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന പോലെ. അപ്പം അത് പിന്നെ എന്താ അളിയാ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് ധർമ്മം വീണ്ടും ബാലനോട് പറയാണ് കേട്ടോ. അളിയൻ എന്താ ഈ ആലോചിക്കുന്നത്? അളിയൻ സുകന്യയുടെ കാര്യമാണോ ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലായി, അവളുടെ കാര്യം തന്നെയാ. ധർമ്മ, നീ ഈ കടയിൽ വരുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസം ആയിട്ടില്ല. നീ ഇപ്പം തന്നെ ജോലിക്ക് കയറിയാൽ അത് സുകന്യയ്ക്കൊരു ബുദ്ധിമുട്ടാവും. പുതുമോടിയല്ലേ, ഭർത്താവിൻ്റെ കൂടെ എവിടെയെങ്കിലൊക്കെ പോകണമെന്നും പെൺകുട്ടികൾ ആഗ്രഹിക്കില്ലേടാ. അവക്കും കാണില്ലേ ആഗ്രഹങ്ങൾ. സുകന്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നീയല്ലേ. എന്നാലേ ഞാൻ അളിയനോടൊരു കാര്യം പറയട്ടെ. എന്നെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പറഞ്ഞു വിട്ടതേ ആരാന്നറിയാമോ? സുകന്യ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നേ. നീ സത്യമാണോ പറഞ്ഞത്? എടാ, സുകന്യ നിന്നെ ഇങ്ങോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞോ? പറഞ്ഞളിയാ, ഞാൻ എന്തിനാ അളിയനോട് കള്ളം പറയുന്നത്? വീട്ടിലിരുന്ന് മടുത്തെങ്കിൽ പൊയ്ക്കോ എന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയായിരുന്നു അവൾ എന്നെ, അളിയനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അളിയന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ചേച്ചിയെ വിളിച്ച് ചോദിച്ചു നോക്ക്. അതെയോ? ഇതിൽ പരൊരു സന്തോഷം എനിക്ക് വേറെ എന്താ. സുകന്യയുടെ തീരുമാനം അറിഞ്ഞപ്പോഴേ ചേച്ചിക്കും സന്തോഷമായി എന്ന് പെട്ടെന്ന് ധർമ്മം പറയൂട്ടോ. എന്നാലേ കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോമതി സ്റ്റോഴ്സിലെ ജോലി അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഞാൻ കരുതിയത് എന്ന് ബാലൻ പറയേ. അതുകൊണ്ട് നിനക്ക് വേണ്ടി നല്ലൊരു ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അളിയൻ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ഉള്ളപ്പം എനിക്ക് എന്തിനാ അളിയ വേറൊരു ജോലി എന്ന് ധർമ്മൻ അപ്പം ചോദിക്കുക. എടാ, ഇനിയിപ്പം നിൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കണ്ടേ? ഞാൻ ഈ ജോലിക്ക് വരുന്നതിൽ സുകന്യക്ക് ഒരു എതിർപ്പുമില്ല, അവൾക്ക് സന്തോഷമുള്ളൂ. അവൾ എന്നോട് പറഞ്ഞതാ അളിയ എന്ന് പറയും. എടാ മോനെ, എനിക്ക് സമാധാനമായടാ. നമ്മുടെ കുടുംബത്തെ സുകന്യ മനസ്സിലാക്കി തുടങ്ങിയല്ലോ. അല്ല, അതുകൊണ്ടല്ലേ എന്നെ സഹായിക്കാൻ നിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇനി എന്തായാലും എനിക്ക് ഗോമതി സ്റ്റോഴ്സിൽ ജോലിക്ക് കയറാലോ. ഇന്ന് ഏതായാലും നീ ജോലിക്ക് കയറണ്ട. എടാ, നിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സുകന്യ നിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് അയച്ചത്. അപ്പം നിന്റെ മനസ്സിലാക്കിയതിൻ്റെ സന്തോഷത്തിന് സുകന്യ ഓരോന്നും ചെയ്യുമ്പോഴേ തിരിച്ച് നീയും അങ്ങനെ വേണ്ടേ ചെയ്യാനായിട്ട്? അപ്പം രാമേട്ടൻ വന്നിട്ട് പറയും, ബാലൻ പറഞ്ഞത് ശരിയാ, സുകന്യയ്ക്ക് ഇപ്പം
വന്ന ഈ നല്ല മാറ്റം എന്നും ഇങ്ങനെ ഇതുപോലെ തന്നെ വേണം. അതിന് ഞാൻ എന്താ അളിയാ ചെയ്യേണ്ടത്? നിങ്ങൾ രണ്ടാളും എന്താ പറയുന്നേ? എടാ നീയേ അവളെയും കൂട്ടി പുറത്തൊക്കെ പോകണം. ഈ സിനിമയ്ക്കോ ബീച്ചിലോ പാർക്കിലോ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ നീ കൊണ്ടുപോകണം. അപ്പം സുഗന്യയ്ക്ക് സന്തോഷമാവും എന്ന് രാമേട്ടൻ പറയൂട്ടോ. അപ്പം ധർമ്മന് സന്തോഷമാവുക. എടാ 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനുശേഷം നീ ജോലിക്ക് കയറിക്കോ. എന്നാൽ പിന്നെ അളിയൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാൽ നീ ഇപ്പം വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് അവളെയും കൂട്ടി ഒന്ന് കറങ്ങാനൊക്കെ നടക്ക് എന്ന് പറയും. ശരി അളിയ എന്ന് പറഞ്ഞു പോവേ. എടാ അവിടെ നിന്നേ കൊന്ന് പറഞ്ഞ് കുറച്ച് കാശെടുത്ത് ധർമ്മൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. എനിക്കിത് വേണ്ട അളിയ, പുറത്തൊക്കെ പോണേയല്ലേ, ചിലവുണ്ടാവും. അളിയൻ ഹണിമൂണിന് പോയപ്പോൾ തന്ന പൈസ എൻ്റെ കയ്യിൽ മിച്ചം ഇരിപ്പുണ്ട്, എന്നാലും ഇത് ഇരുന്നോട്ടടാ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ശരി അളിയ എന്നും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് പോവാം. വീട്ടിലേക്ക് കുറച്ച് സാധനം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിടാമെന്ന് കരുതിയതാ. അപ്പത്തേക്കും അവൻ പോയി. അത് സാരമില്ല രാമേട്ടാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ദേവിക്ക് കൈക്കും കാലിനും നല്ല വേദനയുണ്ട്, അതിന് ഇച്ചിരി മരുന്നും മേടിക്കാനുണ്ട്. അല്ല ബാല, നമ്മുടെ ഉദയഭാനു സാറിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. അക്കൗണ്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ശരിയാവും. അക്കൗണ്ട് ശരിയായി ഉടനെ 10 ലക്ഷം രൂപ അക്കൗണ്ടിലിട്ട് തരാമെന്ന് പറഞ്ഞാൽ പോയത്. ഒരാഴ്ച കഴിഞ്ഞല്ലോ, ഒരനക്കവും ഇല്ലല്ലോ. നമുക്ക് കിട്ടേണ്ട 10 ലക്ഷം രൂപയല്ലേ, നമ്മൾ വിളിച്ച് അന്വേഷിക്കേണ്ട ബാല. ഇങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ബാലൻ എന്താ ഒരു ശുഷ്കാന്തി ഇല്ലാത്ത? നമുക്ക് പുതിയ കടയുടെ പണി തുടങ്ങേണ്ടതല്ലേ എന്ന് രാമേട്ടൻ പറയും. അത് ശരിയാ, ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ബാലനാണ് ഉദയഭാനുവിനെ വിളിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും